ഡൽഹി ജുമാ മസ്ജിദിലുള്ളത്. ശരിക്കും ഒരുപാട് ആളുകൾ ടൂറിസ്റ്റേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ട് പിന്നെ ഡൽഹി ജുമാ മസ്ജിദ് കണ്ട് അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകലാണ് ശരിക്കും പതിവ്. പക്ഷേ നമ്മൾ ഇന്നിപ്പോ ഇതാണ്ട് ആ കുബ്ബ ഉണ്ടല്ലോ, ആ മിനാരത്തിന്റെ മുകളിലോട്ട് നമ്മളിന്നിപ്പോ കയറാൻ പോവാ. ശരിക്കും ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഡൽഹി ജുമാ മസ്ജിദിൽ വന്നിട്ട് ഇതറിയാതെ പോയ ഏതൊരാൾക്കും അത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. ശരിക്കും ഒരാൾക്ക് 100 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ 3 ആളുണ്ട്. ഞങ്ങൾ 3 ആളും പടി കയറാൻ തുടങ്ങി. ഒരു അഡ്വഞ്ചർ മൈൻഡുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അതിലൂടെ ഒരാൾക്ക് മാത്രമേ ഒരു സമയം നടക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഇടുങ്ങിയതാണ് അവിടം. എന്തായാലും ഈ ബുദ്ധിമുട്ടുകളൊക്കെ താണ്ടി മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്. ഒരു വശത്ത് പഴയ ഓൾഡ് ഡൽഹിയുടെ ചേലും അതിൻ്റെ മനോഹാരിതയും നിറഞ്ഞു നിൽക്കുന്നു. മറുവശത്ത് ആകാശത്തിലേക്ക് മുട്ടി നിൽക്കുന്ന ചെങ്കോട്ടയുടെ ചുവന്ന മതിലുകൾ നമുക്ക് കാണാൻ കഴിയും. ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ പോയതെന്നുള്ളതുകൊണ്ട് തന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിലെ അതികാഠിന്യമേറിയ തണുപ്പിനെ വെച്ച് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ആ ആശ്വാസത്തിലും അതിഭീകരമായ തണുപ്പും അതിന് വെല്ലുന്ന കാറ്റും നമുക്കവിടെ അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ഒരാൾക്ക് പരമാവധി അരമണിക്കൂർ മാത്രമാണ് അവിടെ മുകളിൽ സമയം അനുവദിച്ചിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരേ ടൈമിൽ അവിടെ 10 പേര് കൂടുതൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ടൂറിസ്റ്റേഴ്സ് ഒരുപാട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെയും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് പടിയിറങ്ങാൻ തുടങ്ങി. എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഡൽഹി ജുമാ മസ്ജിദ് വരുന്ന ആളുകൾ ഇങ്ങനൊരു അനുഭവം, ഇങ്ങനൊരു എക്സ്പീരിയൻസ് നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.